നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന വാർത്ത ത്രിതല പഞ്ചായത്ത് വാർഡുകൾ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. 4 ദിവസം കൈകഴുകി ജല അതോറിറ്റി, വെള്ളം കുടി മുട്ടി 5 ലക്ഷം പേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാത്രമല്ല മനോരമ നൽകിയിട്ടുള്ള ചിത്രവും ആ വാർത്തയുടെ തീവ്രത കാണിച്ചു തരുന്ന ഒരു ചിത്രം തന്നെയാണ്. തീരാ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ആ ചിത്രത്തിന് ക്യാപ്ഷൻ മനോരമ നൽകിയിട്ടുള്ളത്. 33 വാർഡുകളിൽ പൂർണ്ണമായും 12 വാർഡുകളിൽ ഭാഗികമായി വെള്ളം മുടങ്ങി. പൈപ്പ് ലൈൻ ജോലികൾ പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിച്ചത് ഇന്നലെ രാത്രി 10 മണിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മനോരമയിലേക്ക് വന്നാൽ മനോരമയ്ക്ക് 2 ഫ്രണ്ട് പേജുകളാണ് ഇന്നത്തെ പത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് RSS കൂടിക്കാഴ്ച CPM-ന് ബാധ്യതയില്ലെന്ന് MV ഗോവിന്ദൻ, അതൃപ്തി പുറത്ത്. പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പെന്ന് സംസ്ഥാന സെക്രട്ടറി, DGP അന്വേഷിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതായത് ADGP-യുടെ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒരു രസകരമായ ഒരു കാർട്ടൂൺ മലയാള മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മണിപ്പൂർ കലാപം, ആക്രമണം തുടരുന്നു, കുക്കി വനിത കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂരിലെ വാർത്തയും നൽകിയിട്ടുണ്ട് വലിയ പ്രാധാന്യത്തിൽ തന്നെ. വാർഡ് പുനർവിഭജനം വിജ്ഞാനമായി, ഗ്രാമീണ മേഖലയിൽ നിന്ന് വരും 1577 പൊതുജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തിൽ തന്നെ മനോരമയും ആ വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് പഴയ മമതയല്ല, നാട്ടിൽ അഴിമതി, തൃണമൂൽ MP രാജിവെച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്ത രീതിയിലും ബംഗാളിലെ വർദ്ധിച്ച അഴിമതിയിലും പ്രതിഷേധിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് MP രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, പണം സംഘടിപ്പിക്കാൻ പോയ വരൻ വിവാഹ ദിവസവും മടങ്ങിയെത്തിയില്ല എന്ന് പറയുന്ന ഒരു വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വെടിവെപ്പ്, 3 മരണം എന്ന വാർത്തയും മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത മദ്യനയത്തിൽ സർക്കാർ വീര്യം കൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ADGP-യുടെ RSS ബന്ധം ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വലയുന്ന സർക്കാർ മറ്റൊരു തലവേദന കൂടി ഒഴിവാക്കാൻ മദ്യനയത്തിലെ വിവാദ തീരുമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്ത മാർച്ച് വരെ നിലവിലെ മദ്യനയം മാറ്റമില്ലാതെ തന്നെ തുടർന്നേക്കുമെന്ന് മാതൃഭൂമി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, മാതൃഭൂമിക്കും 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അതിൽ തന്നെ മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞത് കൈ കഴുകാൻ CPM എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. MV ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, MV ഗോവിന്ദൻ അത് സർക്കാരിൻ്റെ തീരുമാനമാണ്, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ CPM-ന് അതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി, പാപഭാരമേൽക്കണ്ടെന്ന് CPM എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. 4 നാൾ നരക ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ജലക്ഷാമവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളതും അതും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ദയാഹർജി തള്ളിയാൽ വധശിക്ഷ എപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരള പോലീസ് ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ അതിക്രമം തടയൽ കേരള പോലീസ് ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് കുതിച്ചു കയറി വാ മാവേലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം മാതൃഭൂമി പങ്കുവച്ചിട്ടുണ്ട്. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് നടന്ന കന്നുതെളി മത്സരത്തിനിടെ മാവേലിയുടെ വേഷമണിഞ്ഞയാൾ കന്നിനെ പൂട്ടാനിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി വാർത്ത നൽകിയിട്ടുള്ളത്. രസകരമായ രീതിയിൽ ഒരു മാവേലിയുടെ രൂപവും വരവെല്ലാം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 852.78 കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ജലക്ഷാമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പൈപ്പ് പണിയിൽ കുടുങ്ങിയ തലസ്ഥാനത്ത് 5 ദിനം കുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തദ്ദേശ വാർഡ് പുനർവിഭജനം, പഞ്ചായത്തുകളിൽ 1375 വാർഡുകളുടെ വർധന എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യ മങ്കി പോക്സ്, യുവാവ് നിരീക്ഷണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ ഇന്ത്യ, ഡോവൽ മോദിയുടെ സമാധാന ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയുണ്ട്. അതായത് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ സമാധാന ചർച്ചകൾക്ക് മോസ്കോയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, വെള്ളം ശുദ്ധീകരിച്ച് വള്ളം കുതിക്കുമെന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അത് കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയാണ് ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഗുരുവായൂരിൽ ഇന്നലെ നടന്നത് 334 വിവാഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് 334 എന്ന നമ്പറിലേക്ക് ഗുരുവായൂരിലെ വിവാഹങ്ങൾ നടക്കുന്നു എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, അതിർത്തി തുറന്നടിച്ച CPM, പ്രതിഷേധത്തിൽ CPI എന്ന് പറഞ്ഞുകൊണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേരള കൗമുദി വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമം പരിശോധിക്കാം. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ വൻ വർധന, 1375
വാർഡുകൾ കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം വാർത്ത നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വെള്ളമില്ലാതെ തലസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ജലക്ഷാമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, എഞ്ചിനീയറിംഗ് പ്രവേശന സംവരണ സീറ്റ് വിഹിതം നിശ്ചയിച്ചതിൽ ഗുരുതര വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് മാതൃഭൂമിയുടെ തന്നെ ഒരു ഇമ്പാക്റ്റ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ചരിത്ര മുഹൂർത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നലെ നടന്നത് 334 വിവാഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മാധ്യമം വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയാണ് അടുത്തത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഉക്രൈൻ യുദ്ധം, മോദി നീക്കം തുടങ്ങി, ഡോവൽ റഷ്യയിൽ എത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, കുടിവെള്ളം മുട്ടി തലസ്ഥാനം, ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, സേവാഭാരതി വയനാട്ടിൽ 5 ഏക്കറിൽ വീട് നിർമ്മിച്ച് നൽകുമെന്നൊരു വാർത്ത കൂടി ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത് വാർഡുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ കൂടുന്നത് 1375 വാർഡുകൾ എന്ന വാർത്തയാണ് ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187 വാർഡുകൾ കൂടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകളും വിവരങ്ങളെല്ലാം തന്നെ ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ വയനാട്ടിലെത്തിയത് 1 ടൺ മരുന്നുമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഹൈദരാബാദ് നഗരത്തിലെ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യ എംപോക്സ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ദീപിക നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മണിപ്പൂരിൽ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഗവർണറെ സന്ദർശിച്ചതും ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.